ഇസ്രായേലിന് നേരെ ഹൂതികളുടെ വമ്പൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം. വെടിനിർത്തൽ കരാർ ഹമാസുമായി ഒപ്പിട്ടതിന് പിന്നാലെയാണ് ഹൂതികൾ ഇസ്രായേലിന് നേരെ അതിമാരകമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ അർദ്ധരാത്രിക്ക് ശേഷം 4 ബാലിസ്റ്റിക് മിസൈലുകളാണ്, അതും ഭീമാകാരൻ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിന് നേരെ ഹൂതികൾ തൊടുത്തുവിട്ടത്. അതിൽ 3 ബാലിസ്റ്റിക് മിസൈലുകൾ ലക്ഷ്യം കണ്ടു എന്നാണ് ഹൂതി വക്താവ് യഹിയ സാരി അവകാശപ്പെട്ടിരിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം മാത്രമല്ല, ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടും ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. വൻ നാശനഷ്ടമാണ് ഇസ്രായേലിനുള്ളിൽ ഉണ്ടാക്കിയത് എന്ന് യമനിലെ ഹൂതികൾ അവകാശപ്പെടുമ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ പ്രതികരണങ്ങളോ സ്ഥിരീകരണങ്ങളോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതേസമയം അതിമാരകമായ ആക്രമണം ഹൂതികൾ ഇസ്രായേലിന് നേരെ നടത്തിയിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഹൂതി നേതാവിൻ്റെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അതായത് വെടിനിർത്തൽ കരാറിൽ ഇസ്രായേൽ സമ്മതം മൂളണം, ഇല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ സാധ്യമായില്ലെങ്കിൽ ഹൂതികൾ ഇസ്രായേലിന് നേരെ മാരകമായ ആക്രമണം നടത്തുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഹൂതി നേതാവ് വ്യക്തമാക്കിയത്. അതേസമയം കഴിഞ്ഞ രാത്രി ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റ് വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകുകയും ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന് സമ്മതിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് പൊടുന്നനെ ഹൂതികളുടെ ആക്രമണം, ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായിരിക്കുന്നത്. ഇനി തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ് ഇസ്രായേൽ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഹൂതികൾക്ക് നേരെ യമനിലേക്ക് അതിഭീകരമായ ആക്രമണത്തിനുള്ള നിർദ്ദേശങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തിന് നൽകിയിരുന്നു. വ്യോമസേനയോട് എത്രയും വേഗം തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാൻ IDF-ന്റെ തലവൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഹൂതികൾക്ക് നേരെയായിരിക്കും അടുത്ത ഇസ്രായേലിന്റെ തുറന്ന യുദ്ധമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഹൂതികളുടെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. മധ്യ ഇസ്രായേലിലുള്ള എയ്ലാൻ പ്രദേശത്തേക്കാണ് ഇതിൽ ഒരു ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടതെന്ന് ഹൂതികൾ വ്യക്തമാക്കുന്നു. മറ്റൊന്ന് ആഷ്കലൻ മേഖലയിലേക്കാണ്, മറ്റൊന്ന് ഗൊലാൻ കുന്നിന് സമീപമുള്ള പ്രദേശത്തേക്കാണ് എന്നും കൂടി ഹൂതികൾ വ്യക്തമാക്കുകയാണ്. 4 ബാലിസ്റ്റിക് മിസൈലുകളും ലക്ഷ്യം കണ്ടു എന്നാണ് ഹൂതികളുടെ അവകാശവാദം. അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടം ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിനുള്ളിൽ ഉണ്ടാക്കിയോ എന്നത് സംബന്ധിച്ച് ഇതുവരെ വിവരങ്ങളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 2 ഡ്രോണുകളെ ഹൂതികൾ തൊടുത്തുവിട്ട 2 ഡ്രോണുകളെ ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനവും വ്യോമസേനയും കാര്യക്ഷമമായി പ്രതിരോധിച്ചു എന്നുള്ള വാർത്തകളും ഇസ്രായേൽ മാധ്യമങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ഹൂതികൾ 7ാമത്തെ അറ്റാക്കാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഇസ്രായേലിന് നേരെ നടത്തിയത്. അതും മാരകമായ സ്ഫോടക ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട്. ഇസ്രായേലിലെ സാധാരണക്കാരെയും സ്ത്രീകളെയും കുട്ടികളെയും സിവിലിയൻസിനെയും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഹൂതികളുടെ നീചമായ ആക്രമണം. ഹമാസിനെതിരെയുള്ള യുദ്ധം ഇസ്രായേൽ തുടരുന്നതിനെ ചൊല്ലിയായിരുന്നു നേരത്തെ ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിച്ചതെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ ആക്രമണം ഇസ്രായേലും ഹമാസ് തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ആണ് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. എന്തിനു വേണ്ടി ഇസ്രായേലിനെ ഹൂതികൾ വീണ്ടും ആക്രമിക്കുന്നു? ഈ ചോദ്യത്തിനാണ് ഇപ്പോൾ ഉത്തരം ലഭിക്കാത്തത്. എന്തായാലും ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചുള്ള തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ്. ഹിസ്ബുള്ളക്കെതിരെയുള്ള യുദ്ധം ഇസ്രായേലിന് ഇപ്പോൾ ഇല്ല. ഹിസ്ബുള്ളക്കെതിരെ നിലവിൽ വെടിനിർത്തലാണ്. ഹമാസിനെതിരെയുള്ള വെടിനിർത്തൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് പ്രാബല്യത്തിൽ വരും. അതിനുശേഷം ഇസ്രായേലിൻ്റെ ലക്ഷ്യം അത് ഹൂതികൾ മാത്രമായിരിക്കും. യമനെ തകർക്കുക, യമനിലെ ഹൂതികളെ വേരോടെ മൂടോടെ പിഴുതെറിയുക, അത്തരത്തിലുള്ള അതിഭീകരമായ ആക്രമണത്തിനായിരിക്കും ഇസ്രായേൽ തയ്യാറെടുക്കുക. അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഇസ്രായേലിൻ്റെ വ്യോമസേനയ്ക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. 10 കണക്കിന് ഭാരമുള്ള ക്ലസ്റ്റർ ബോംബുകളായിരിക്കും ഇനി ഹൂതികൾക്ക് നേരെ ഇസ്രായേൽ പ്രയോഗിക്കുക. രാസായുധാക്രമണം, ഈ ചരിത്രത്തിലെ ഈ യുദ്ധം ആരംഭിച്ച ശേഷമുള്ള ആദ്യത്തെ രാസായുധാക്രമണം ഹൂതികൾക്ക് നേരെ ഉണ്ടാകും. കാരണം ഹൂതികൾ ഒരു ദയയും അർഹിക്കുന്നില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയാണ്. ഇസ്രായേലിലെ സ്ത്രീകളെയും കുട്ടികളെയും അവരുടെ പാർപ്പിട സമുച്ചയങ്ങളെയും ജനവാസ മേഖലകളെയും ലക്ഷ്യമിട്ടാണ് ഹൂതികൾ ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുന്നത്. ആ ബാലിസ്റ്റിക് മിസൈലുകൾ വീഴുന്ന ഇടങ്ങൾ, അല്ലെങ്കിൽ അത് എവിടെയാണോ ചെന്ന് പതിക്കുന്നത് അതിൻ്റെ കിലോമീറ്ററുകൾ ചുറ്റളവിലുള്ള ഭൂപ്രദേശങ്ങൾ പോലും ചാരമായി പോകാൻ ശേഷിയുള്ള, അത്രത്തോളം സ്ഫോടക ശേഷിയുള്ള
ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേലിനെ ഹൂതികൾ ആക്രമിക്കുന്നത്. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ മികവൊന്നുകൊണ്ട് മാത്രമാണ് ഇസ്രായേലിനുള്ളിൽ കൂട്ടക്കുരുതികൾ നടക്കാതെ പോയത്. അതുകൊണ്ട് തന്നെ ഈ നരാധമന്മാർക്ക് യാതൊരു തരത്തിലുള്ള ദയയും ഇല്ലെന്നും ഇസ്രായേൽ പറയുന്നു. യമനിലെ ഹൂതികൾക്ക് നേരെ രാസായുദ്ധ പ്രയോഗമുണ്ടാകും. ഈ യുദ്ധം ആരംഭിച്ച ശേഷമുള്ള ആദ്യത്തെ രാസായുദ്ധം പ്രയോഗിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. നേരത്തെ പലതവണ ഇസ്രായേലിന്റെ പ്രഹരം ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഹൂതികൾ. അടുത്തിടെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഹൂതികളുടെ പ്രധാനപ്പെട്ട തുറമുഖമായ ഹുദൈദയെയും റാസിസയെയും ഇസ്രായേൽ ആക്രമിച്ചത്. ഇസ്രായേൽ സൈന്യത്തിന്റെ വ്യോമാക്രമണത്തിൽ ഹുദൈദയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പാടെ തകർന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. റാസിസ അടക്കമുള്ള തുറമുഖങ്ങളിലെ സംവിധാനങ്ങളെയാണ് ഇസ്രായേലിന്റെ വ്യോമസേന ബോംബിട്ട് തകർത്തത്. അതുപോലെ അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ സന പട്ടണത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും ഊർജ പ്ലാന്റുകളെ തകർത്തിരുന്നു. ഇതിനു മുൻപും ഇസ്രായേലി സേന ഹുദൈദയിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട്. ടഗ്ഗുകൾ, കപ്പലിനെയും തുറമുഖത്തെയും ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന 10ലധികം ടഗ്ഗുകളെ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നു എന്നുള്ളതാണ് നേരത്തെ പുറത്തു വരുന്ന വാർത്തകൾ. കഴിഞ്ഞ മണിക്കൂറിൽ മറ്റു ചില ആക്രമണം കൂടി USS ട്രൂമാനിലേക്ക് കൂടി അമേരിക്കയുടെ പടക്കപ്പലായ USS ട്രൂമാനിലേക്ക് കൂടി ഹൂതികളുടെ ആക്രമണം ഉണ്ടായി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കൻ പടക്കപ്പലിന് നേരെ ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയെന്നുള്ള വിവരങ്ങളാണ് ഹൂതികൾ തന്നെ പുറത്തുവിടുന്നത്. എന്നാൽ ഈ അപകടത്തെക്കുറിച്ചും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഹൂതികളെ സമ്പൂർണമായി നശിപ്പിക്കാനുള്ള ആക്രമണത്തിന് ഒരുങ്ങുകയാണ് ഇസ്രായേലും അമേരിക്കയും. നേരത്തെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത സൈന്യം ഹൂതികളുടെ തുറമുഖത്തിന് നേരെ ആക്രമണം നടത്തിയിരുന്നു. ഇനി മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന് ഇസ്രായേലും അമേരിക്കയും ഉറപ്പിച്ചു പറയുന്നു. അമേരിക്കയുടെ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റ ശേഷം നടക്കുന്ന ആദ്യത്തെ ഓപ്പറേഷൻ ആയിരിക്കും ഹൂതി ദഹനം. ഹൂതികളുടെ മുഴുവൻ സംവിധാനങ്ങളെയും ഹൂതികളെ ഒന്നാകെ തീർക്കാനുള്ള ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ. അധികം വൈകാതെ വരും മണിക്കൂറുകളിൽ ഹൂതികൾക്ക് നേരെ മിന്നലാക്രമണം ഉണ്ടാകും ഇസ്രായേലിന്റെ എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം മാത്രമല്ല, ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടും ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. വൻ നാശനഷ്ടമാണ് ഇസ്രായേലിനുള്ളിൽ ഉണ്ടാക്കിയത് എന്ന് യമനിലെ ഹൂതികൾ അവകാശപ്പെടുമ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ പ്രതികരണങ്ങളോ സ്ഥിരീകരണങ്ങളോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതേസമയം അതിമാരകമായ ആക്രമണം ഹൂതികൾ ഇസ്രായേലിന് നേരെ നടത്തിയിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്.